പ്രസവാവധിയിലായിരിക്കുമ്പോൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പണം നൽകാൻ എന്റെ ഫാൻസെ വിസമ്മതിക്കുന്നത് സാമ്പത്തിക ചൂഷണമാണോ? ഞാനിപ്പോൾ എന്റെ എൻഗേജ്മെന്റ് വേണ്ടെന്ന് വെക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയാണ്. പണത്തെക്കുറിച്ചുള്ള എന്റെ ഫാൻസെയുടെ കാഴ്ചപ്പാട് തികച്ചും വികലമാണ്. ഞങ്ങൾ രണ്ടുപേർക്കും നല്ല ജോലികൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ, എന്റെ വരുമാനത്തിലാണ് ഞങ്ങളുടെ ആദ്യത്തെ വീടും ഒരു നല്ല എസ്യുവി കാറും വാങ്ങിയത്. പിന്നീട് ആ പേടിസ്വപ്നം തുടങ്ങി. ശമ്പളമില്ലാത്ത പ്രസവാവധിയിലായിരുന്ന സമയത്ത് എന്റെ ജോലി പോയി. ബില്ലുകൾ അടയ്ക്കാൻ ആവശ്യമായ വരുമാനം എന്റെ ഫാൻസെയ്ക്ക് ഉണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ പകുതി നൽകണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. പകുതി! എനിക്ക് ഒരു വരുമാനവും ഇല്ലാത്ത സമയത്ത്! ഞാൻ ജോലികൾക്കായി അപേക്ഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്റെ പ്രസവാവധിക്ക് അർഹതയുണ്ട്. പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ ഞാൻ അവനോട് പണം ചോദിച്ചു. അവൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ കയ്യിൽ പണം കിട്ടാതിരിക്കാൻ അവൻ തന്നെ പോയി സാധനങ്ങൾ വാങ്ങി. ബില്ലുകൾ അടയ്ക്കാൻ അല്ലാതെ അവൻ എനിക്ക് പണം നൽകില്ല. കൂടാതെ ഞാൻ ഫോണിലൂടെ ബില്ലുകൾ അടയ്ക്കുന്നത് അവൻ നോക്കി നിൽക്കുകയും ചെയ്യും. പുരുഷന്മാർ കുടുംബം നോക്കുന്ന കണ്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതശൈലിക്ക് മുഴുവൻ ഞാൻ പണം കണ്ടെത്തിയ ശേഷം എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇത് വെറും അനീതിയാണോ അതോ വ്യക്തമായ സാമ്പത്തിക ചൂഷണമാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.